മീക പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഒന്നുകൂടെ. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ, എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഞാൻ അത്ഭുതങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നവർ, ഞാൻ അത്ഭുതങ്ങൾ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ, ഞാൻ അത്ഭുതങ്ങൾ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. ഹല്ലേലൂയ. മീക പ്രവാചകന്റെ പുസ്തകം സ്തോത്രം. വേദപുസ്തകത്തിലെ 33-ാമത്തെ പുസ്തകമാണ്. 7 അധ്യായങ്ങളുള്ളൊരു പുസ്തകമാണ്. സ്തോത്രം. മറ്റു പ്രവാചകന്മാരെ പോലെ ശക്തനായ ഒരു പ്രവാചകനാണ്. ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഒക്കെ പ്രവചിച്ച ശക്തനായ ഒരു പ്രവാചകനാണ്. അവസാനത്തെ അധ്യായത്തിൽ സ്തോത്രം താൻ പറയുന്ന, തന്നിലൂടെ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടെന്ന കാലത്തെ പോലെ ഞാൻ അവനെ വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കും. ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ ഒരു 3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരു പഴയ കാലഘട്ടത്തെ ഓർപ്പിക്കുക. ഏതാണ് ആ കാലഘട്ടം? മിസ്രൈമിലെ കാലഘട്ടം. അറിയാം നമുക്ക്, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്ന കാലഘട്ടം എത്ര നാളായിരുന്നു? 430 സംവത്സരങ്ങൾ അവർ മിസ്രൈമിന്റെ മണ്ണിൽ, ഈജിപ്തിന്റെ മണ്ണിൽ ഫറവോന്റെ അടിമത്തത്തിൽ അവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിച്ചു, ഒരു പുറപ്പാട് നൽകി. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ആ പുറപ്പെട്ട കാലത്തെന്ന പോലെ ഞാൻ അവനെ ഇനിയും അത്ഭുതങ്ങൾ കാണിക്കും. ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല കേട്ടോ, അത് നിന്നു പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ. അത് അവസാനിച്ചിട്ടില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ വീണ്ടും അത്ഭുതങ്ങളെ ചെയ്യും, അവൻ വീണ്ടും അടയാളങ്ങളെ ചെയ്യും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ജനം അങ്ങനെയുള്ളൊരു ജനമായി തീരണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ ഓർപ്പിക്കുക, നിങ്ങൾ എവിടായിരുന്നു? നിങ്ങൾ മിസ്രൈമിലായിരുന്നു. മിസ്രൈമിന്റെ പ്രത്യേകത എന്താ? മിസ്രൈമിൽ ഇസ്രായേൽ ജനമായിരുന്നപ്പോ സ്വന്തം നാടില്ല, സ്വന്തം വീടില്ല, അധ്വാനത്തിന് ഫലമില്ല. ജോലിയുണ്ടോന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, ആഹാരമുണ്ടോന്ന് ചോദിച്ചാൽ ആഹാരമുണ്ട്, പാർപ്പിടം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ സ്വന്തമായിട്ടൊന്നുമില്ല. ചെയ്യുന്നത് മൊത്തം ശത്രുവിന് വേണ്ടിയാ. ഹല്ലേലൂയ. അത് മാത്രമോ? കഷ്ടതയാണ്, കണ്ണുനീരാണ്. വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ കണ്ണുനീർ കണ്ടു. ഹല്ലേലൂയ. അവരെ വിടുവിപ്പാൻ ദൈവത്തിന് പ്രസാദമായെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതുപോലെ പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടെ പറയുകയാ, അവൻ ഈ രക്ഷയിലേക്ക്, ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ഞാനും നിങ്ങളും വരുന്നതിന് മുമ്പേ ഇതുപോലെ പല ബന്ധനത്തിനകത്ത് കടന്നതാ, പല ശക്തിക്കകത്ത് കടന്നതാ. ഹല്ലേലൂയ. പല പോരാട്ടത്തിനകത്ത് കടന്നതാ. അതുപോലെ അവൻ ഇന്നത്തെ കാലത്ത് ഞാനും നിങ്ങളും അറിയാതെ ഒരുപാട് പ്രശ്നങ്ങളുടെ അകത്താ. അതാ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. കൃപയിലാണോ? കൃപയിലാണ്. ആത്മാവിലാണോ? ആത്മാവിൽ. ദൈവജനമാണോ? ആണ്. പക്ഷെ എവിടൊക്കെയോ ഞാനും നിങ്ങളും അറിയാതെ അവൻ നമ്മയൊക്കെ ബന്ധിച്ചിരിക്കുന്ന, മുന്നോട്ട് വിടാൻ അനുവദിക്കാതെ, അവൻ വഴിയെ തുറക്കാൻ അനുവദിക്കാതെ, സ്വസ്ഥത തരാൻ അനുവദിക്കാതെ, നന്മ കാണാൻ അനുവദിക്കാതെ, വിടുതൽ കാണാൻ അനുവദിക്കാതെ, സമാധാനം കാണാൻ അനുവദിക്കാതെ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഇന്ന് പകൽ നീ ഒന്ന് തിരിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് പരിശുദ്ധാത്മ പഴയ കാര്യം പറഞ്ഞത്, മിസ്രൈം ദേശത്ത് നീ എന്തനുഭവിച്ചോ ഒരു പകലാക്കി തീർക്കാൻ കർത്താവിന് എത്ര പേർ അത് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മ ഓർപ്പിക്കുക. നോക്കണം ദൈവമക്കളെ, ഒരു സമയത്ത് മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. അവൻ ദൈവം അവരെ നടത്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ആകാശത്ത് നിന്ന് പൊഴിയുന്ന, സ്വർഗത്തിൽ നിന്ന് പൊഴിയുന്ന മന്ന, അവൻ പറന്ന് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന കാടപ്പക്ഷി, പാറയിൽ നിന്ന് വെള്ളം, കൈപ്പുള്ളിയ വെള്ളത്തെ മധുരമാക്കി എന്ന് വേണ്ട അത്ഭുതങ്ങളുടെ പരമ്പര പുറപ്പെടുവിച്ചത് തന്നെ അത്ഭുതങ്ങളിലൂടെയാ. 1, 2 അല്ല, 10 അത്ഭുതങ്ങൾ. ഹല്ലേലൂയ. 10ാമത്തെ അത്ഭുതമായ കടിഞ്ഞൂൽ സംഹാരം ഫറവോന്റെ കുടുംബത്തിനകത്ത് വരുത്തിയിട്ട് രക്തത്താൽ അടയാളമിട്ട ദൈവജനത്തെ ദൈവം പുറപ്പെടുവിച്ചു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാം. ദൈവവേദലേ, നിന്നെ ഇതുപോലെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ ഇതുപോലെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതാ ദൈവം ഓർപ്പിക്കുന്നത്, മിസ്രയീം ദേശത്ത് നിന്ന് ആ അത്ഭുതങ്ങൾ വീണ്ടും കാണണം. കാരണം ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ച് ഒറ്റ
ആമൻ സ്തോത്രം പ്രതിസന്ധി ആയിരുന്നില്ല, ഒരു ശക്തി മാത്രമായിരുന്നില്ല. മിസ്രൈം ദേശത്ത് നിന്ന് അവർ പുറപ്പെട്ടു, അത്ഭുതം കണ്ടു. പക്ഷേ അവരുടെ ജീവിതയാത്രയിൽ പല ശക്തികൾ അവരെ ബൈൻഡ് ചെയ്തു. പലരവരെ പരാജയപ്പെടുത്തി, പലരവരുടെ നന്മ ചോർത്തിക്കൊണ്ടുപോയി, പലരവരെ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മ പറഞ്ഞേ, നിന്നെ അതുപോലെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഇവിടെ ഇരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ ഇന്ന് പകൽ ശക്തമായിട്ട് പറയാൻ പോകുക, നീ ഇറങ്ങിയ കാലത്ത് നീ വിടുതൽ അനുഭവിച്ച, ഇറങ്ങിയ കാലത്ത് നീ നന്മ അനുഭവിച്ചതാ, ഇറങ്ങിയ കാലത്ത് അത്ഭുതം കണ്ടതാ. പക്ഷെ ഇന്ന് അകത്ത് സംശയമാ, ഇനി വല്ലതും നടക്കുമോ? കാരണം പ്രശ്നങ്ങളുടെ ലിസ്റ്റ് കൂടുതലാ, പ്രതിസന്ധികളുടെ ലിസ്റ്റ് കൂടുതലാ, അവൻ കാണാനുള്ള വിടുതലിന്റെ ലിസ്റ്റ് കൂടുതലാ. പരിശുദ്ധാത്മ പറയുക, ചിലതിനെ പൊട്ടിക്കേണ്ട സമയമായി, ചിലതിനെ തകർക്കേണ്ട സമയമായി, ചിലതിന്റെ മേൽ നീ വിടുതൽ എടുക്കേണ്ട സമയമായി, ചിലതിന്റെ മേൽ നീ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കാണേണ്ട സമയമായി. ഇന്ന് പകലൊന്ന് തിരിച്ചറിഞ്ഞോണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തികൾ നിന്നെ പിന്നെയും വരിഞ്ഞു മുറുക്കാൻ അനുവദിക്കരുത്. അവിടെ നിന്നെ പുറപ്പെടുവിച്ച പോലെ നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇസ്രായേലിനോട് പറയാം, ഞാൻ അവനെ അത്ഭുതങ്ങൾ ഇന്ന് പകലൊന്ന് വിശ്വസിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ അത്ഭുതം കാണുമെന്ന് വിശ്വസിച്ചോ, ധൈര്യമായിട്ട് വിശ്വസിച്ചോ. അവൻ എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവജനം, എന്റെ ദൈവജനത്തിന്റെ വിഷയം, ഓരോ കുടുംബത്തിന്റെ വിഷയം കർത്താവ് എന്നെ ഭരമേൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുക, ഇനി ചില അത്ഭുതങ്ങളുടെ കാണാനുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുക? യെസ്, ഹല്ലേലൂയ. ഒരു വിടുതൽ കൊണ്ട് തീരത്തില്ല, രണ്ട് വിടുതൽ കൊണ്ട് തീരത്തില്ല, കഴിഞ്ഞ നാളുകളെ ചില വിടുതൽ കൊണ്ട് തീരത്തില്ല. അവർ ഇനിയും ഇതിന്റെ അപ്പുറം. യഥാർത്ഥത്തിൽ മീഖാ പ്രവചനത്തിലൂടെ ഈ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറയുമ്പോൾ അവർ സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കണം. ആ സ്ഥിതി 7-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളുണ്ട്. നോക്കണമേ, ശൂന്യത എന്നാണ് അതിന്റെ അർത്ഥം. തിന്നാനൊരു പഴമില്ല, അത്തിപ്പഴമില്ല, മുന്തിരിക്കൊലയില്ല, തലപ്പഴവും ഇല്ല. എല്ലാ ഹാർവസ്റ്റ് കഴിഞ്ഞാലും ചിലതൊക്കെ ബാക്കി കാണും. അവിടുത്തെ ഇസ്രായേലിന്റെ അവസ്ഥ, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ല. നേരത്തെ നമ്മൾ മറ്റ് അധ്യായങ്ങളിലൊക്കെ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി ശേഷിപ്പിച്ച് പച്ചപ്പുഴു തിന്നു എന്ന് വായിക്കുന്ന പോലെ ഒന്നും ഇല്ല, സാധ്യത ഒന്നുമില്ല. വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം അവനോട് പറയാം, എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ. ഇന്ന് പകൽ എത്ര വിശ്വസിക്കും? അങ്ങനെ ദൈവത്തിന്റെ വചനം അതാ പറയുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കണമേ, ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്കും തലമുറയിലേക്കും ഭാവിയിലേക്കും ഒക്കെ നോക്കുമ്പോൾ ഇതേ അവസ്ഥയാ. അയ്യോ, ഒന്നുമില്ല. ശരിയല്ലേ? പറയുന്ന ഒരു വചനം ഒരു വശത്ത്, എന്നാൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അവൻ തലപ്പഴമില്ല, അത്തിപ്പഴമില്ല, മുന്തിരിക്കൊലയില്ല, ഒരു സാഹചര്യമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കാൻ എത്ര പേർ ഇതിനകത്തുണ്ട്? ആത്മാവിൽ ഞാൻ ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ ബാങ്കിൽ ബാലൻസ് ഇട്ടിട്ടല്ല, ജോലിയുടെ മിടുക്ക് കണ്ടിട്ടല്ല, ഭവനത്തിന്റെ അകത്ത് നേട്ടമുണ്ടാകുമ്പോ യെസ് ഞാൻ ദൈവത്തെ സേവിക്കാമെന്നല്ല. ഒരു സാധ്യതയും മുൻപിൽ കാണാത്തപ്പോൾ നിനക്ക് പറയാൻ കഴിയുമോ, യെസ് എന്റെ ദൈവം എന്നെ അത്ഭുതങ്ങൾ കാണിക്കും? പറിക്കാനോ തൊടാനോ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, പണ്ടൊക്കെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവഭൃത്യന്മാരെ കർത്താവിനെ അറിഞ്ഞു, കർത്താവിന് വേലയ്ക്ക് ഇറങ്ങി ഒറ്റ ഇറക്കി വിടിയില്ല. പിന്നെ അവകാശമില്ല, ബന്ധുക്കളോട് കൂട്ടത്തില്ല, ഒരു പരിപാടിക്കും വിളിക്കത്തില്ല. പക്ഷെ അവരാരും പേടിച്ചിട്ടില്ല, അവരാരും തിരിഞ്ഞു പോയിട്ടില്ല, അവരാരും കാലെ പിടിച്ചിട്ടില്ല. ഒന്നുമില്ലായ്മേൽ വീട്ടിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോ എത്ര പേരുണ്ടെന്നറിയാം, എത്ര പേരുടെ ചരിത്രം. അവർക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ പലതുമുണ്ട്. എന്നിട്ട് നമുക്ക് ഇല്ലാത്തൊരു കാര്യമുണ്ട്, വിശ്വാസം. അതില്ല. ഹല്ലേലൂയ. ഇവിടെ മീഖാ പ്രവചനത്തിൽ ഒരു സാധ്യത പറയുകയാ. അവർക്ക് ശൂന്യതയാണ്. ഒന്ന്, നല്ല സാധ്യതകളില്ല. ഞാൻ വേഗത്തിൽ പറയാം. അതിന്റെ 2 മുതലുള്ള വാക്യം നോക്കിയാട്ടെ. നോക്കണമേ, 2ാമത്തെ കാര്യം സാധ്യതയില്ലെന്ന് മാത്രമല്ല, നല്ല മനുഷ്യരും. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത്. നീതിമാനില്ല, ഭക്തി. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ രക്ഷിക്കണമേ,
ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ. നമ്മൾ വല്ല ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾ നോക്കിയാട്ടെ, ലോകത്തിന് നെതന്യാഹു ഇങ്ങനെ നിൽക്കുന്നു, ഖമനൈ അങ്ങനെ നിൽക്കുന്നു, ആമൻ ട്രംപ് എങ്ങനെ നിൽക്കുന്നു. വാർത്തയെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ നിൽക്കുക, കടിച്ച് കീറാൻ നിൽക്കുന്നവരെ പോലെ നിൽക്കുക. UN-ഉം സമാധാനവും അതെല്ലാം അവിടെ കിടക്കുക, പക്ഷെ മനുഷ്യരും മരിച്ചു വീഴുക. ആണോ? എത്ര യുദ്ധങ്ങളാ കറന്റ്ലി നടക്കുന്ന അറിയാമോ? പാലസ്തീൻ, ഇസ്രായേൽ, ഇറാൻ, ആമൻ ഇസ്രായേൽ, ആമൻ സ്തോത്രം. മറ്റ് ആഭ്യന്തര യുദ്ധങ്ങൾ പലയിടത്ത്, റഷ്യ, യുക്രൈൻ, ആമൻ സ്തോത്രം. പിന്നെ തുടങ്ങി ഒത്തിരി രാജ്യങ്ങൾ യുദ്ധങ്ങളാ. കണ്ണിൽ ചോരയില്ല നടക്കുക. ഇത് ലോകത്തിന്റെ സ്ഥിതി. ഇനി ആത്മീയ ലോകത്തിന്റെയോ? വീഡിയോകളൊക്കെ നിങ്ങളും കാണുന്നുണ്ടല്ലോ, വാർത്തകളൊക്കെ നിങ്ങളും അറിയുന്നുണ്ടല്ലോ. ഭക്തിമാനുണ്ടോ? വിശ്വസ്തരുണ്ടോ? നേരോടെ നിൽക്കുന്നവരുണ്ടോ? ഇല്ല. എല്ലായിടത്തും പണവും പദവിയും പ്രശസ്തിയും മാത്രം പ്രധാനമായി നിൽക്കുമ്പോൾ പ്രവാചകൻ പറയുക, അവൻ സാധ്യത ഒന്നുമില്ല, രണ്ട് നല്ല മനുഷ്യരില്ല. പക്ഷെ എന്നാലും ദൈവം പറയാ, നീ വിശ്വസിക്കാൻ തയ്യാറാണോ? നീ നിൽക്കാൻ തയ്യാറാണോ? I will do miracles for you. ഇന്ന് പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? പിന്മാറിപ്പോന്നതിന് ഒരു കാരണം, ഞാൻ ഏറ്റവും അധികം കേട്ടുള്ള കാരണം, പാസ്റ്റർ അവരിങ്ങനായിരുന്നു, മറ്റവരങ്ങനായിരുന്നു. ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ അപ്പുറത്ത് താമസിക്കുന്ന വിശ്വാസി അതിരുമാന്തിയായിരുന്നു. 100 കൂട്ടം കാര്യങ്ങൾ. ഞാൻ ആത്മാർത്ഥതയോടെ ഓർപ്പിക്കട്ടെ, കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് നീ വിശ്വസ്തയോടെ നീ നിന്നാൽ നീ ലജ്ജിച്ചു പോകത്തില്ല. വേഗത്തിൽ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുക. 5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. കണ്ടോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇതാണോ ഇന്ന് നടക്കുന്നത്? മകൻ, മകൾ, അപ്പൻ, അമ്മ, ഇവിടുത്തെ കാര്യമല്ലെന്ന് വിചാരിച്ചോ? സ്തോത്രം. ആരാ ശത്രുക്കൾ? ആരാ? നിങ്ങളുടെ വീട്ടുകാരെ ശത്രുക്കളായിട്ട് കാണല്ലേ, പക്ഷെ വചനവാദ അല്ലേ? ഇന്നത്തെ ലോകത്തിൽ അതാ നടക്കുന്നത്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, സാധ്യതകളൊന്നുമില്ല, അല്ലെങ്കിൽ ആഹാരങ്ങൾ, അല്ലെങ്കിൽ അതെല്ലാം ശൂന്യതയാ. പഴമില്ല, അത്തിപ്പഴമില്ല, മുന്തിരിക്കൊലയില്ല. 2, നല്ല മനുഷ്യരില്ല. 3, നല്ല ബന്ധങ്ങൾ ശരിയല്ലേ? ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളാ. ബന്ധങ്ങളുണ്ടോ? ആത്മീയ ഗോളത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു പഠനം വേഗത്തിൽ പറയാം. ഈ അമേരിക്കയിൽ ഏറ്റവും ശക്തിയോടെ നിൽക്കുന്ന ഒരു ടൈപ്പ് മരങ്ങളുണ്ട്. ലോകത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വളരുന്ന മരങ്ങളാണ്, ഏറ്റവും ഉയരത്തിൽ വരുന്ന സൈക്കോവ മരങ്ങൾ എന്നാണ്. സെക്കോവ അല്ലെങ്കിൽ സൈക്കോവ, വളരെ ശക്തിയുള്ള വലിയ മരങ്ങൾ. ഇത് വളരെ ഉയരത്തിൽ വളരും, വളരെ വലിപ്പത്തിൽ വളരും. ഇത് വളരുന്നത് മലമ്പ്രദേശങ്ങളിലാണ്, മലകളുടെ മുകളിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞർ, ഗവേഷകർ എന്തുകൊണ്ടാണ്, വാട്ട് ഇസ് ദ റീസൺ, ഇതെങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണ് പരിശോധിക്കാൻ തീരുമാനിച്ചു. അവർ ഈ മരത്തിൻ്റെ എല്ലാം താഴോട്ട് കുഴിക്കാൻ നോക്കി, താഴോട്ട് കുഴിച്ചു നോക്കി. കാരണം ഇതിൻ്റെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ, കാറ്റിനെയും പ്രതികൂലത്തെ എല്ലാം ഇത് തടയണമെങ്കിൽ, മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഇതിന് താഴോട്ടുള്ള വേര് അത്ര സ്ട്രോങ് ആയിരിക്കണം. പക്ഷെ ഇവർ കുഴിച്ചു നോക്കി, താഴോട്ടൊറ്റ വേരുമില്ല. താഴോട്ട് പോയേക്കുന്ന തായ്വേരല്ല അതിന് പ്രധാനം. അതിന് പ്രധാനം മറ്റ് സൈക്കോവ മരങ്ങളോട് ചേർന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വേരുകളാണെന്ന് സ്തോത്രം ചെയ്യാമോ? എന്നെ ആ ചിന്ത ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി. എന്തിനാ ഈ 2.5 മണിക്കൂർ, അതും പാടുപെട്ട് വന്നിരിക്കല്ലേ? എന്തിനാ രാവിലെ രാത്രിയിലും പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഓൺലൈനായി പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ദൈവത്തിൽ വരാൻ പറയുന്നത്? നീ വളരണോ, നീ നിലനിൽക്കണോ, നീ അനുഗ്രഹിക്കപ്പെടണോ? ഏത് കാറ്റിന്റെ ഇടയിലും, ഏത് കൊടുങ്കാറ്റിന്റെ ഇടയിലും നിനക്ക് നിൽക്കണമെങ്കിൽ നിനക്ക് ആത്മീയ ബന്ധം വേണം. ഇസ്രായേലിനെ സംബന്ധിച്ച് സാധ്യതകളൊന്നുമില്ല, നല്ല ഫലമില്ല അവർക്ക് ഭക്ഷിപ്പാൻ, നല്ല പ്രതീക്ഷയുള്ള നല്ല മനുഷ്യരില്ല, 3 നല്ല ബന്ധങ്ങൾ ഇല്ല. പക്ഷെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഞാനോ? ഇതായിരിക്കണം തീരുമാനം. ഞാനോ
എന്ത് സാധ്യതയില്ലെങ്കിലും, ഏത് മനുഷ്യൻ കൂടെ ഇല്ലെങ്കിലും, ഏതവസ്ഥയാണെങ്കിലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഇയ്യോബ് പറയുകയാണ്, എന്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണും. ഞാൻ ഒടുവിൽ പടിമേൽ നിൽക്കും. ദൈവവേദന, ഇതാ നമ്മുടെ തീരുമാനം. പൗലോസും പത്രോസും എല്ലാം പറഞ്ഞത് ഇതാ, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കും. പലപ്പോഴും പലരും ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയാത്തതിന്റെ റീസണായി പറയുന്നത് ഇതൊക്കെയാ. അയ്യോ പാസ്റ്റർ, എനിക്ക് അതില്ലല്ലോ, എനിക്ക് നല്ല ബന്ധങ്ങളില്ലല്ലോ, നല്ല മനുഷ്യരില്ലല്ലോ, നല്ല സാഹചര്യങ്ങളില്ലല്ലോ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുക, ഇതൊന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ദൈവത്തിലേക്ക് നോക്കാൻ തയ്യാറായ യു വിൽ സീ വണ്ടേഴ്സ്. നീ മിറക്കിൾസ് കാണും, നീ അത്ഭുതങ്ങൾ കാണും, നീ വിടുതലുകൾ കാണും. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ ഒരാമയും പറയാമോ? ഇന്ന് പകൽ ഇവിടുന്ന് മടങ്ങുമ്പോൾ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ജീവിതത്തിന്റെ മേഖലയിൽ അത് ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, നിനക്ക് നോക്കുമ്പോൾ ഒരു സാധ്യതയും കണ്ടില്ലെങ്കിലും അവൻ കർത്താവിനോട് പറ, കർത്താവേ, നല്ല മനുഷ്യരില്ല എന്നുള്ളൊരു അവസ്ഥയല്ലേ, നല്ല ബന്ധങ്ങൾ എന്റെ വീട്ടിൽ പോലും എന്നെ അംഗീകരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയല്ലേ, ഇതൊന്നും അവനൊരു വിഷയമായി എടുക്കാതെ യെസ്, ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കൂ. ഹല്ലേലൂയ. അവനായി കാത്തിരിക്കും.